കട്ടപ്പനയിൽ വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്നു. കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറിക്കടയിൽ മോഷ്ടാക്കൾ കയറുകയും മേശവിരിപ്പിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസകൾ അപഹരിക്കുകയും ചെയ്തു. 2 യുവാക്കൾ പണം അപഹരിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. മറ്റ് 3 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറിക്കടയ്ക്കുള്ളിൽ മോഷണം നടന്നത്. വർഷങ്ങളായി മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന അനീഷിന്റെ കടയിലാണ് മോഷണം നടന്നത്. കടയുടെ മുൻഭാഗം പ്ലാസ്റ്റിക് പർദ്ദ ഉപയോഗിച്ചാണ് അടച്ചിരുന്നത്. ഇത് നശിപ്പിച്ചുകൊണ്ടാണ് യുവാക്കളെന്ന് തോന്നിക്കുന്ന 2 പേർ കടയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. തുടർന്ന് മേശവിരിപ്പിൽ സൂക്ഷിച്ചിരുന്ന 10 രൂപ നോട്ടുകളും ചില്ലറ പൈസയും ഉൾപ്പെടെ 400 രൂപയോളം മോഷ്ടിച്ചു. സംഭവത്തിൽ അനീഷ് കട്ടപ്പന പോലീസിൽ പരാതി നൽകി. 11 കാലോടുകൂടി എൻ്റെ കടയിൽ വരികയും വന്ന് പെട്ടി തുറന്ന് പൈസ എടുക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തു. പിന്നെ തൊട്ടപ്പുറത്തൊരു കടയിൽ കയറിയായിരുന്നു. അപ്പം അതിനകത്ത് ആളുണ്ടായിരുന്നു. അവർ 2 പേരും ഇതിലിറങ്ങി ഓടി. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ കടയിൽ കയറി വന്ന് ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കടയിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. അത് ലൈവായിട്ട് ചെക്ക് ചെയ്ത് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അസോസിയേഷനും പറഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു കൂട്ടുകാരുടെ കടയിൽ, അതായത് ഗോകുൽ എന്ന് പറയുന്ന പയ്യൻ്റെ കടയിൽ കയറി വഞ്ചി കുത്തി തുറന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ 10 നോട്ടും അത് ഇട്ടിട്ട് പോകും. സാധാരണ ഇട്ടിട്ട് പോകുന്നു. 10 നോട്ടുകളൊന്നും കൊണ്ടുവരാറില്ല. പിന്നെ കൊയിനും വരെയും കിടക്കുന്നതായിട്ടുണ്ട്. ചെറുക്കിയിട്ട് രാവിലെ വരുമ്പം പെട്ടിക്കത്തുന്നുണ്ട്. ഇതിനു പുറമെ സമീപത്തെ 3ഓളം കടകളിലും മോഷണശ്രമം ഉണ്ടായി. കടയ്ക്കുള്ളിൽ പ്രവേശിച്ച 2 പേരെ കൂടാതെ 4 സംഘം പൊതുമാർക്കറ്റിലൂടെ സംശയാസ്പദമായി നടക്കുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. മുൻപും സമാനമായ രീതിയിൽ കട്ടപ്പന പൊതുമാർക്കറ്റിനുള്ളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്നത് വ്യാപാരികൾക്കുൾപ്പെടെ ആശങ്ക ജനിപ്പിക്കുകയാണ്. സംഭവത്തിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന മാർക്കറ്റിനുള്ളിലും സമീപ പ്രദേശങ്ങളിലും ടൗണിലുമെല്ലാം രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.